ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1, 2, 5, 10, 20, 19, 50, 40 ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന നമ്പേഴ്സ്, അതായത് വിവിധ രാജ്യങ്ങളുടെ നമ്പേഴ്സിലെ കറൻസി വരുന്ന കളക്ഷൻസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ പഴയ കളക്ഷനൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തായ്ലൻഡിലെ കുറച്ച് കറൻസീസ് എക്സ്ട്രാ എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ തായ്ലൻഡിലെ ആ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസിൽ ഞാൻ പറയുന്നത്, ആ ഒരു കറൻസിയുടെ മാർക്കറ്റ് വാല്യൂ, അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ മണിയിൽ ആ ഒരു കറൻസി എക്സ്ചേഞ്ച് ചെയ്തെടുത്താൽ കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു തായ്ലൻഡിലെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസീസൊക്കെ പരിചയപ്പെടാം. ഇതിൽ ഞാൻ കുറച്ച് കറൻസിയൊക്കെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കറൻസി ഈ ഒരു കറൻസിയാണ്. തായ്ലൻഡിലെ 10 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിലൂടെയുള്ള ഈ ഒരു ദിവസത്തിലെ മാർക്കറ്റ് വാല്യൂ 26 രൂപയാണ്. 10 ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 10 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കറൻസിക്ക് നമുക്ക് വരുന്നത് 26 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ മണിയിൽ ഇന്ന് വരുന്ന വില. 10 ബാത്ത് എന്നറിയപ്പെടുന്ന തായ്ലൻഡിലെ കറൻസി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കറൻസിയും ഈ ഒരു കറൻസിയാണ്. 10 ബാത്തിലെ ഒരുപാട് കൊമമോട്ടീവ് ഇഷ്യൂ ഒക്കെ ഈ ഒരു കറൻസിയിൽ വരുന്നുണ്ട്. ഈ ഒരു കറൻസി 10 ബാത്താണ്. ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡ് നോക്കിയാൽ മനസ്സിലാവും. ബാക്ക് സൈഡായാലും മുൻ സൈഡായാലും ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കൊമമോട്ടീവ് ഇഷ്യൂ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഇത് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നൊരു വിലയാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ കളക്ഷൻ പർപ്പസ് ആയിട്ട് നമ്മൾ ഈ ഒരു കറൻസി മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു കറൻസിക്ക് നല്ലൊരു വാല്യൂ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി 20 ബാത്താണ്. തായ്ലൻഡിലെ 20, അതായത് 20 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു 20 ബാത്തിന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ഏകദേശം 52 രൂപയാണ്. 20 ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയും 20 ബാത്തിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി വരുന്ന കറൻസിയാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കറൻസിയും 20 ബാത്താണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കറൻസിയും 20 ബാത്തിലെ കറൻസിയാണ്. പക്ഷേ രണ്ടിലും വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 20 ബാത്ത് എന്ന് പറയുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് എടുക്കുമ്പോൾ നമുക്ക് 52 രൂപയാണ് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത്. ഈ ഒരു കറൻസി പോളിമർ ഇഷ്യൂ ആണ്. 20 ബാത്ത് എന്ന് പറയപ്പെടുന്ന കറൻസി. ഇതിനും 52 രൂപയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ ന്യൂസ്മാറ്റിക്സ് പരമായിട്ട് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ ഒരു കറൻസിക്ക് 120 രൂപ മുതൽ 140 രൂപ വരെ, നല്ലൊരു UNC കണ്ടീഷന് 140 രൂപ വരെ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ വരുന്നത്. ഈ ഒരു കറൻസി 20 ബാത്തിൻ്റെ നല്ലൊരു UNC കണ്ടീഷൻ കറൻസിയാണ്. ഡിഫറെൻറ്റ് ടൈപ്പാണ് വരുന്നത്. ഈ ഒരു പേഴ്സണാലിറ്റിക്കൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കറൻസി 20 ബാത്തിൻ്റെ ഈ ഒരു കറൻസി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 52 രൂപയാണ് കിട്ടുന്നത്. ഈ ഒരു കറൻസി 50 ബാത്താണ്. 50 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ, അതായത് 50 ബാത്ത് ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 130 രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വില കിട്ടുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 50 ബാത്തിൻ്റെ കറൻസിയാണ്. തായ്ലൻഡിലെ 50 ബാത്തിൻ്റെ കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് നമുക്ക് ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ 130 രൂപയാണ് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന 2-3 കറൻസി എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോളിമർ ഇഷ്യൂ കറൻസിയാണ്. ഈ ഒരു കറൻസിക്കും അത്യാവശ്യം നമ്മുടെ ന്യൂസ്മാറ്റിക്സ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വില വരുന്നുണ്ട്. ഏകദേശം 300 രൂപ, 400 രൂപ, 450 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലും കുറവാണ്. അപ്പോൾ ഇതും 50 ബാത്തിൻ്റെ തന്നെയാണ്. പോളിമർ ഇഷ്യൂ കറൻസിയാണ്. ഈ ഒരു പോളിമർ ഇഷ്യൂക്ക് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ മുന്നിലേക്കുള്ള ഒരു വീഡിയോയിൽ ചെയ്തിടുന്നതാണ്. അപ്പോൾ 50 ബാത്തിൻ്റെ കറൻസി നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാവുന്ന 100 ബാത്തിൻ്റെ കറൻസിയാണ്. 100 ബാത്തിൻ്റെ കറൻസിയാണ്. അപ്പോൾ 100 ബാത്തിൻ്റെ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് മാർക്കറ്റിലല്ല സോറി, ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ഏകദേശം 263 രൂപയാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 100 ബാത്ത് എന്നുള്ളൊരു കറൻസിയാണ്. അപ്പോൾ 263 നമുക്ക് ഇന്ത്യൻ മണിയിൽ ഈ ഒരു കറൻസി കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ കളക്ഷനിലേക്ക് ഈ ഒരു കറൻസി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു 263 രൂപ, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കൊടുത്താലേ ഈ ഒരു കറൻസി നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 100 ബാത്തിൻ്റെ കറൻസി നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ ഒരു തായ്ലൻഡിലെ കറൻസി തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന ഒരു കറൻസിയാണ് ഈ ഒരു കറൻസി. അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ ഒരു ഫോൾഡറായിട്ട് മേടിച്ചാണ്. ഈ ഒരു കറൻസിയുടെ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കറൻസിയുടെ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 70 ബാത്താണ്.
അപ്പോൾ 70 എന്നുള്ളൊരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു തായ്ലൻഡിലെ ഒരു കറൻസിയിലെ ഉള്ള പ്രത്യേകത തന്നെ അതാണ്. പല ഡിഫറൻറ്റ് അക്കങ്ങളിലൊക്കെ ഈ ഒരു കറൻസിക്ക് വാല്യൂ ഉണ്ട്. അപ്പോൾ 7 ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 184 രൂപയാണ്. ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ 7 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. പക്ഷേ ഈ ഒരു കറൻസി നമ്മൾ ന്യൂസ്പാറ്റിക്സ് പരമായിട്ട് നമ്മൾ കളക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഏകദേശം ഒരു 600 രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്നുണ്ട് ഇതുപോലെ ഒരു ഫോൾഡർ ടൈപ്പായിട്ട് വരുന്ന കറൻസിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കറൻസി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ വഴി പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന കറൻസി ഈ ഒരു കറൻസിയാണ്. തായ്ലൻഡിലെ 60 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 60 ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ഏകദേശം 158 രൂപയാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസിയാണ്. ഇതിൻ്റെ കളക്ഷനിൽ പേഴ്സണലായിട്ട് ഞാൻ കളക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്ത്യൻ ഗ്രേഡാണ്, PMCS എന്ന് പറയുന്ന ഗ്രേഡാണ്. അടുത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് പരിചയപ്പെടാൻ വന്ന തായ്ലൻഡിലെ ഹൈ ഡെനോമിനേഷൻ കറൻസിയാണ്. 1000 രൂപയുടെ, അതായത് 1000 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസി ഞാൻ ഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കറൻസിയാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 1000, അതായത് 1000 ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശത്തെ മാർക്കറ്റ് വാല്യൂ 2634 രൂപയാണ്. പക്ഷേ ഈ ഒരു കറൻസി നമ്മുടെ കളക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ നല്ലൊരു പൈസ തന്നെ കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 3500 രൂപ 3800 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അതിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന തായ്ലൻഡിലെ കറൻസിയുടെ ഇന്ത്യൻ മാർക്കറ്റ് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ മാർക്കറ്റ് വാല്യൂ അല്ല, ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ ഒരു കറൻസിയൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നല്ലൊരു വെറൈറ്റി കളക്ഷനാണ് തായ്ലൻഡിൽ ഡിഫറൻറ്റ് ഡെനോമിനേഷനിൽ വരുന്ന കറൻസീസൊക്കെ. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.